ക്ലാസ് ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഈ പൂന്തോട്ടം എത്ര മനോഹരമാണ്. ഒരേ പ്രകാശത്തിലാണല്ലോ ഈ പൂക്കളൊക്കെ കാണുന്നത്. എന്നിട്ടും ഇവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ പൂക്കളിലേക്കൊക്കെ പതിക്കുന്നത് സൂര്യപ്രകാശം തന്നെയാണ്, അല്ലേ? പക്ഷേ ഓരോ പൂവിനെയും ഓരോ നിറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സൂര്യപ്രകാശം എന്ന് വെച്ചാൽ അതിൽ ഘടകവർണ്ണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മഴവില്ല് അറിയാം, അല്ലേ? അതിൽ കുറേയധികം വർണ്ണങ്ങൾ ഉണ്ടല്ലോ. അതായത് സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഒന്നിലധികം വർണ്ണങ്ങളുടെ ഒരു മിശ്രിതമായ ഒരു പ്രകാശമാണ്. ഇപ്പൊ ഒരു ചുവന്ന പൂവിലേക്ക് സൂര്യപ്രകാശം പതിക്കുമ്പോൾ അതിലുള്ള ആ സൂര്യപ്രകാശത്തിലുള്ള ആ ഒരു ചുവന്ന വർണ്ണം ഉണ്ടല്ലോ, അത് ഒഴികെ ബാക്കി എല്ലാ വർണ്ണങ്ങളെയും ആ ഒരു പൂവ് ആഗിരണം ചെയ്യുന്നു. എന്നിട്ട് ഈ ചുവന്ന നിറത്തിലുള്ള ആ ഒരു പ്രകാശത്തെ മാത്രമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒരു ചുവന്ന പൂവിനെ ചുവന്ന നിറത്തിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പൂക്കളിലെല്ലാം ഒരേ പ്രകാശമാണ് പതിക്കുന്നതെങ്കിലും അവ വ്യത്യസ്ത നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആദ്യം നോക്കാം ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം. അപവർത്തനം എന്താണെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഓർമ്മയില്ലെങ്കിൽ ആ ഒരു പാഠം ഒന്ന് വായിച്ചു നോക്കുക. നിന്നുള്ള പ്രകാശം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് നോക്കൂ. ഇവിടെ പ്രകാശപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിച്ചല്ലോ. അതായത് ഇവിടെ AB എന്നൊരു പ്രതലം ഇവിടത്തേക്ക് പതിക്കുന്നതായിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്, അല്ലേ? പിന്നെയോ ഈ പ്രിസത്തിൽ നിന്ന് പ്രകാശരശ്മി ബഹിർഗമിക്കുന്നത് ഈ ഒരു AC എന്ന പ്രതലത്തിലെ കൂടിയാണ്. കണ്ടോ? ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പ്രകാശരശ്മി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു വിഭജന തലം, ഇവിടെ വായുവാണ്, ഇവിടെ ഗ്ലാസ് ആണ്, അല്ലെ? അപ്പൊ ഈ വിഭജന തലത്തിലേക്ക് ചെരിഞ്ഞിട്ടാണ് പ്രകാശരശ്മി പതിക്കുന്നത്. അപ്പൊ ഇതിന് അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം ലംബത്തോട് അടുത്തിട്ട് പോകുന്നുണ്ട്, അല്ലെ? കണ്ടോ? ലംബത്തോടടുത്ത് ഇത് അപവർത്തനം സംഭവിച്ച് പോകുന്നുണ്ട്. ഇനി ഇവിടെയോ ഈ ഒരു സാഹചര്യം നോക്കിയാലോ. ഇവിടെ ഇങ്ങനെ പതിക്കുന്ന പ്രകാശരശ്മി ഇങ്ങനെ പോകുന്നതിന് പകരം ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്, അല്ലെ? ഇത് ലംബമാണ്. പ്രകാശത്തിന്റെ ദിശാവ്യതിയാനത്തിന് എന്തായിരിക്കും കാരണം? അപവർത്തനം. പ്രിസത്തിന്റെ ഏതൊക്കെ പ്രതലങ്ങളിൽ വച്ചാണ് പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്? AB, AC എന്നീ പ്രതലങ്ങളിൽ വച്ച്. ഓക്കെ. വായുവിൽ നിന്ന് പ്രിസത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മിക്ക് പ്രിസത്തിന്റെ ഏതു ഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത്? പാദഭാഗത്തേക്ക്. ഈ ഒരു ചിത്രം നോക്കുക. ഈ ഒരു വ്യതിയാനം എങ്ങോട്ടാണ്? പാദഭാഗത്തേക്ക്. ഇതിലെ പാദഭാഗം. ഇതിനടുത്തേക്കല്ലേ പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നത്? കണ്ടോ? നേരെ പോകുന്നതിന് പകരം കുറച്ച് താഴോട്ട്, അതായത് പാദഭാഗത്തേക്ക്. പ്രിസത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴും അപ്പോഴും പാദഭാഗത്തേക്കാണ്, അല്ലേ? അതായത് ഇങ്ങനെ പോകുന്നതിന് പകരം പാദഭാഗത്തേക്ക് വ്യതിയാനം സംഭവിച്ചിട്ട് പ്രകാശരശ്മി പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും അപവർത്തനം കാരണം പ്രകാശരശ്മിക്ക് പ്രിസത്തിന്റെ പാദഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത്. പ്രകാശ പ്രകീർണനം അടുത്ത ടോപ്പിക്. ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശത്തിന് പകരം സൂര്യപ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ട് നോക്കിയാലോ. സമതല ദർപ്പണം ഉപയോഗിച്ച് സൂര്യപ്രകാശം മുറിയുടെ വെളുത്ത നിറമുള്ള ചുമരിൽ പതിപ്പിക്കുക. ഇങ്ങനെ സൂര്യപ്രകാശം നിങ്ങൾക്കറിയാം, ഒരു കണ്ണാടിയോടെ വെച്ചാൽ അത് റിഫ്ലക്റ്റ് ആയിട്ട്, അതായത് പ്രതിപതിച്ചിട്ട് ചുമരിൽ പതിപ്പിക്കാൻ നമുക്കറിയാം, അല്ലേ? നേരിയ പ്രകാശ ബീം മാത്രം കടന്നു പോകത്തക്ക രീതിയിൽ പ്രകാശപാതയിൽ നേരിയ വിടവ് ക്രമീകരിക്കുക. നിങ്ങൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ ഒരു കട്ടിയുള്ള പേപ്പറിൽ ഒരു നേരിയ വിടവ് ഇട്ടു, ഇതുപോലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ചുമരിൽ ഒരു വെളുത്ത പ്രകാശഖണ്ഡം കാണാമല്ലോ, അല്ലെ? ഇവിടെ ഈ വിടവിന് സമാനമായിട്ട് ഇവിടെ ഒരു പ്രകാശഖണ്ഡം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും, അല്ലെ? ഇനി വിടവിലൂടെ കടന്നു വരുന്ന പ്രകാശ ബീം ഒരു വശത്ത് ചെരിഞ്ഞു പതിക്കത്തക്ക രീതിയിൽ ഒരു പ്രിസം ക്രമീകരിക്കുക. അതായത് ഇങ്ങനെ ഒരു പ്രകാശ ബീം പോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഒരു പ്രിസം വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രിസത്തിലേക്ക് പ്രകാശരശ്മി എങ്ങനെ പതിക്കണം? ചെരിഞ്ഞ് പതിക്കണം. ആ രീതിയിൽ പ്രിസം ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? ഇതിനിടയിൽ ഒരു പ്രിസം ഇങ്ങനെ വെച്ചു. ഈ പ്രിസത്തിലേക്ക് ഈ ഒരു പ്രകാശരശ്മി ചെരിഞ്ഞിട്ട് പതിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ചുമരിൽ ധവളപ്രകാശത്തിന് പകരം, ആ ഒരു വെളുത്ത പ്രകാശത്തിന് പകരം നിങ്ങൾക്ക് എന്ത് ലഭിക്കും? മഴവില്ലിലേതു പോലുള്ള വിവിധ വർണ്ണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. കണ്ടോ? ഇവിടെ അതിന് മുകളിൽ റെഡ് കളർ ആയിരിക്കും, താഴെ വയലറ്റ് കളർ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു മഴവില്ലിന് സമാനമായ ഒരു
കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ടോ, ഒരു ധവളപ്രകാശം പതിക്കുമ്പോൾ അത് ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് മുകളിൽ ഏതാണ്? റെഡ്, താഴെ വയലറ്റ്. നോക്കുക, ഇതില് ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിക്കുന്നത് ഏതിനാണ്? നോക്കുക, ഇവിടെ റെഡിനാണ് ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിക്കുന്നത് അല്ലേ? അതാ ഇങ്ങനെയാണ് പ്രകാശം പതിക്കുന്നത്. ഇതിൽ റെഡിന് കാര്യമായ വ്യതിയാനം സംഭവിക്കുന്നില്ല, ചെറിയ രീതിയിലേ സംഭവിക്കുന്നുള്ളൂ. അതേസമയം വയലറ്റിന് കുറച്ചുകൂടി വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. കണ്ടോ, അങ്ങനെയാണ് വയലറ്റ് ഏറ്റവും താഴെയായിട്ട് കാണുന്നത്. സൂര്യപ്രകാശം വിവിധ വർണ്ണങ്ങളായി വേർപിരിയുന്നതായി കണ്ടല്ലോ. നിങ്ങൾ കാണുന്ന വർണ്ണങ്ങൾ സയൻസ് ഡയറിയിൽ വ്യതിയാനം കുറയുന്ന ക്രമത്തിൽ രേഖപ്പെടുത്തൂ. വ്യതിയാനം കുറയുന്ന ക്രമത്തിൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വ്യതിയാനം ഉള്ളത് ആദ്യം, പിന്നെ അതിനേക്കാൾ കുറവ്, അങ്ങനെ എഴുതണം അല്ലേ? അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത് വയലറ്റിനാണ്. അതുകൊണ്ട് വയലറ്റ് നമ്മൾ ആദ്യം എഴുതി. വയലറ്റ്, പിന്നെ ഇൻഡിഗോ, പിന്നെ ബ്ലൂ അതായത് നീല, പിന്നെ ഗ്രീൻ അതായത് പച്ച, പിന്നെ യെല്ലോ മഞ്ഞ, ഓറഞ്ച്, റെഡ് അതായത് ചുവപ്പ്. വിബ്ജിയോർ. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ? വിബ്ജിയോർ. വിബ്ജിയോറിൽ ഈ വയലറ്റിനാണ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത്, ചിത്രം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഏറ്റവും കുറവ് റെഡിനാണ്. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ചിത്രം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിക്കുന്ന റെഡിനാണ്, പിന്നെ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റിനുമാണ്. ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് പറയുന്നു. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് വർണ്ണരാജി എന്ന് ചോദിച്ചാൽ എഴുതുക. ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് പറയുന്നു, സ്പെക്ട്രം എന്ന് പറയുന്നു. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഇതൊരു സ്പെക്ട്രമാണ്, വർണ്ണരാജിയാണ്. ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായി വേർപിരിയാനുള്ള കാരണം എന്തായിരിക്കും? അപ്പൊ ഇതിന്റെ ഉത്തരമാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നത് നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കൂ. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും? പ്രകാശരശ്മി പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനം കാരണം പ്രിസത്തിന്റെ രണ്ട് വശങ്ങളിലും വച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, ഈ ദിശാവ്യതിയാനം എല്ലാ വർണ്ണങ്ങൾക്കും ഒരുപോലെ ആയിരിക്കുമോ? അല്ല, അല്ലെ? ഈ ചിത്രം നമുക്ക് അറിയാം, വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. പ്രകാശവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യവുമായി ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ഈ പട്ടിക ഒന്ന് ശ്രദ്ധിക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ വർണ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ തരംഗദൈർഘ്യം ഏകദേശം കൊടുത്തിട്ടുണ്ട്. വയലറ്റ് എന്ന് വെച്ചാൽ അതിന്റെ തരംഗദൈർഘ്യം ഏകദേശം ഒരു 380 നാനോമീറ്റർ മുതൽ ഒരു 440 നാനോമീറ്റർ വരെയായിരിക്കും. ഇതിനിടയിൽ തരംഗദൈർഘ്യം ഉള്ളവയാണ് നമുക്ക് വയലറ്റ് നിറത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ചുവപ്പിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഏതിനാണ്? ചുവപ്പിനാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ചുവപ്പിന്, ഏറ്റവും കുറവോ വയലറ്റിനാണ് അല്ലെ? പ്രകാശവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? തരംഗദൈർഘ്യം കുറഞ്ഞത്? വയലറ്റ്. തരംഗദൈർഘ്യം കൂടിയതോ? ചുവപ്പ്. ഈ രണ്ട് കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിന്റെ തരംഗദൈർഘ്യം എത്രയാണെന്ന് കൂടെ പഠിച്ചോളൂ, വയലറ്റിന്റെയും പിന്നെ ചുവപ്പിന്റെയും. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് വർണ്ണത്തിനാണ് കൂടുതൽ വ്യതിയാനം സംഭവിച്ചത്? ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിച്ചത് വയലറ്റിനാണ് നമുക്ക് കാണാം അല്ലെ? വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിച്ചത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിച്ചത് വയലറ്റിനാണ്. ഏറ്റവും കുറഞ്ഞ വ്യതിയാനവും അത് ചുവപ്പിനാണ്. ഇനി നോക്കുക, ഈ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിച്ച വയലറ്റിന് തരംഗദൈർഘ്യം കുറവല്ലേ? അതായത് തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണത്തിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നതായിട്ട് കാണാം. ഇവിടെ കുറഞ്ഞ വ്യതിയാനം സംഭവിച്ച ഏത് നിറത്തിനാണ്? ചുവപ്പിനാണ് അല്ലെ? വർണ്ണങ്ങളുടെ ദിശാവ്യതിയാനം വ്യത്യസ്തമാവാൻ എന്തായിരിക്കും കാരണം? അവയുടെ തരംഗദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ് അവയുടെ ദിശാവ്യതിയാനം വ്യത്യാസമാവാൻ കാരണം. തരംഗദൈർഘ്യം കൂടുതലാണെങ്കിൽ അതിന് ദിശാവ്യതിയാനം കുറവായിരിക്കും. കണ്ടോ, തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് ദിശാവ്യതിയാനം കുറവാണ്. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം കുറയുന്നു അല്ലെ? തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് വ്യതിയാനം കുറയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിനുള്ള ഉത്തരമാണ് ഇതൊക്കെ. വേർപിരിയാനുള്ള കാരണം എന്തായിരിക്കും? ഒന്ന് ഇത്, പിന്നെയോ പിന്നെ ഇതാണ് വർണ്ണങ്ങളുടെ ദിശാവ്യതിയാനം. ആ ഘടകവർണ്ണങ്ങളുടെ ദിശാവ്യതിയാനം അവയുടെ തരംഗദൈർഘ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തരംഗദൈർഘ്യം കൂടുമ്പോൾ ദിശാവ്യതിയാനം കുറയുന്നു. ഈ ഒരു ചിത്രം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുസ്തകം തുറന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടും. ഏറ്റവും കൂടുതൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നത് വയലറ്റിനാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ദിശാവ്യതിയാനം കുറഞ്ഞ റെഡിന് തരംഗദൈർഘ്യം കൂടുതലാണെന്ന് ഓർമ്മിക്കണം. എന്താണ്? ദിശാവ്യതിയാനം കുറഞ്ഞ റെഡിന് തരംഗദൈർഘ്യം കൂടുതലാണെന്ന് ഓർമ്മിക്കണം. അതേപോലെ ദിശാവ്യതിയാനം കൂടിയ വയലറ്റിനോ തരംഗദൈർഘ്യം കുറവാണ് എന്നും ഓർമ്മിക്കണം. ബാക്കിയൊക്കെ അതിനിടയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വിബ്ജിയോർ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് കളർ എടുത്താലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് വയലറ്റ്, യെല്ലോ എവിടെയാണ്? യെല്ലോ കണ്ടോ, ഇവിടെയുണ്ട്. വിബ്ജിയോർ വൈ ഇവിടെയുണ്ട്, മേലെ റെഡ് ഉണ്ട്. നിങ്ങളോട് ചോദിക്കുന്നു, യെല്ലോയും വയലറ്റും എടുത്താൽ, അത് മഞ്ഞ നിറവും വയലറ്റ് നിറവും എടുത്താൽ ദിശാവ്യതിയാനം ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി എഴുതാൻ കഴിയും. എങ്ങനെ എഴുതാം? റെഡും വയലറ്റും എടുത്താൽ ദിശാവ്യതിയാനം ഏറ്റവും കൂടുതൽ വയലറ്റിന്. കാണുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാലോ. വി ആർ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെയാണ് വിബ്ജിയോർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാലോ. വി ഐ ബി ജി വൈ ഒ ആർ അങ്ങനെ മുഴുവനായിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് രണ്ട് കളർ എടുത്താലും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. അതായത് യെല്ലോയും വയലറ്റും ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എഴുതാൻ കഴിയും ഏറ്റവും കൂടുതൽ ദിശാവ്യതിയാനം വയലറ്റിന്, യെല്ലോക്ക് കുറവാണ്. ഇനി തരംഗദൈർഘ്യം ചോദിച്ചാലോ? നമുക്കറിയാം വയലറ്റ്, ദിശാവ്യതിയാനം കൂടുതലുള്ള വയലറ്റിന് തരംഗദൈർഘ്യം കുറവാണെന്നറിയാം. അതുകൊണ്ട് യെല്ലോക്ക് വയലറ്റിനേക്കാളും കൂടുതലായിരിക്കും തരംഗദൈർഘ്യം. ഓക്കെ, ഇനി നോക്കുക. പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തിനെയും പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. മാധ്യമത്തിന്റെ അപവർത്തനാങ്കം എന്ന് വെച്ചാൽ ഈ ഒരു പ്രിസം ഏത് മാധ്യമത്താൽ നിർമ്മിതമാണ്, ഇത് ഗ്ലാസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളാണോ എന്നതിനൊക്കെ ആശ്രയിക്കുന്നു ഈ വ്യതിയാനം എത്രമാത്രം സംഭവിക്കുന്നു എന്നത്. പിന്നെ ആ ഒരു ഘടകവർണ്ണത്തിന്റെ തരംഗദൈർഘ്യത്തെയും ആശ്രയിക്കുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഒന്ന് മാധ്യമത്തിന്റെ അപവർത്തനാങ്കം, അതായത് ഗ്ലാസ് ആണോ അല്ലെങ്കിൽ പ്രിസം മറ്റെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന കാര്യം. പിന്നെ പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യം. പ്രകാശം ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിസത്തിന്റെ രണ്ട് അപവർത്തന പ്രതലങ്ങളിലും വച്ച് പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നു. അപ്പോൾ ഓരോ വർണ്ണത്തിനും ഉണ്ടാകുന്ന ദിശാവ്യതിയാനത്തിന്റെ തോത് പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യമനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് കുറഞ്ഞ വ്യതിയാനം ഉണ്ടാകുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിനോ അതിനെന്താണ്? കൂടിയ വ്യതിയാനം ഉണ്ടാകും. മറ്റു വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം ചുവപ്പിനും വയലറ്റിനും ഇടയിലായതിനാൽ ആനുപാതികമായി വ്യതിയാനം സംഭവിച്ച് ചുവപ്പിനും വയലറ്റിനും ഇടയിലായി ക്രമീകരിക്കപ്പെടുന്നു. അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കളർ പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, എഴുതിയിട്ടെങ്കിലും വയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് അടിയിൽ വി എഴുതാം, മുകളിൽ റെഡ് എഴുതാം. എന്നിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ അതിനിടയിൽ എഴുതി കൊടുക്കുക. വിബ്ജിയോർ എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, റെഡാണ് മുകളിലുള്ളത്, ഇതിന് തരംഗദൈർഘ്യം കൂടുതൽ, വയലറ്റിന് കുറവ്, ബാക്കിയൊക്കെ അതിനിടയിലായിട്ട് വരും. അല്ലെ? ഇനി ബാക്കി എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ക്രമീകരിക്കപ്പെടുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ സമതല ദർപ്പണം പരന്ന പാത്രത്തിലെ ജലത്തിൽ ചരിച്ചു വയ്ക്കുക. സൂര്യപ്രകാശം പ്രതിപതിപ്പിച്ച് സ്ക്രീനിൽ പതിപ്പിക്കൂ. ഇങ്ങനെ പതിപ്പിക്കൂ. എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? പ്രകാശ പ്രകീർണനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. അതായത് ഇവിടെ നമുക്ക് എന്താണ് വർണ്ണരാജി നമുക്ക് ഇവിടെ ലഭിക്കും. നാം ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്ന് സൂര്യപ്രകാശം വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടായതാണെന്ന് മനസ്സിലാക്കാമല്ലോ. അല്ലെ? നമ്മൾ ഈ രണ്ട് പരീക്ഷണങ്ങൾ ചെയ്തു, അത് രണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലാകും സൂര്യപ്രകാശം എന്ന് പറയുന്നത് വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സമന്വിത പ്രകാശം എന്ന് ചോദിച്ചാൽ എഴുതാം, വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. സൂര്യപ്രകാശം എന്നത് ഒരു സമന്വിത പ്രകാശമാണ്. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. എന്താണ് പ്രകാശ പ്രകീർണനം എന്ന് ചോദിച്ചാൽ ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. ഓക്കെ, ആകാശത്ത് കാണുന്ന മഴവില്ലും പ്രകാശ പ്രകീർണനം വഴിയാണോ ഉണ്ടാകുന്നത്? ആകാശത്ത് കാണുന്ന മഴവില്ല്
എങ്ങനെ ഉണ്ടാകുന്നു നമുക്ക് നോക്കാം. മഴവില്ല് നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. കൃത്രിമമായി മഴവില്ല് ഉണ്ടാക്കാൻ കഴിയുമോ? നല്ല സൂര്യപ്രകാശമുള്ളപ്പോൾ സൂര്യന്റെ എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യൂ. എന്ത് നിരീക്ഷിക്കുന്നു? അതായത് സൂര്യൻ കിഴക്ക് വശമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ടത് സൂര്യന്റെ എതിർദിശയിലാണ്. ഓക്കെ, അതായത് പടിഞ്ഞാറേക്കാണ് നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്യേണ്ടത്. എന്ത് നിരീക്ഷിക്കുന്നു? ഇങ്ങനെ പടിഞ്ഞാറേക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഇതുപോലെ മഴവില്ല് പോലെ കാണാം. കൃത്രിമമായി മഴവില്ല് ഉണ്ടാക്കാൻ സാധിച്ചല്ലോ. ലഭിച്ച വർണ്ണരാജിയെ മഴവില്ലിലെ വർണ്ണങ്ങളുമായി താരതമ്യം ചെയ്യൂ. കണ്ടോ, അതേപോലെ തന്നെ നമുക്ക് ലഭിക്കും അല്ലേ? വിബ്ജിയോർ കണ്ടോ, വി മേലെ റെഡ് കണ്ടോ, ഇങ്ങനെ കാണുന്നുണ്ട്. ഇവ സയൻസ് ഡയറിയിൽ കുറിക്കൂ. ഇനി സൂര്യന്റെ അതേ ദിശയിൽ വെള്ളം സ്പ്രേ ചെയ്ത് നോക്കൂ. അപ്പോൾ മഴവില്ല് ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയില്ല. സൂര്യന്റെ എതിർദിശയിലായിരിക്കും എപ്പോഴും മഴവില്ല് ഉണ്ടാകുന്നത്. മഴവില്ല് കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ സൂര്യൻ ഏത് ഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത്? പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. പടിഞ്ഞാറ് ഭാഗത്ത് മഴവില്ല് കാണുമ്പോഴോ അപ്പോൾ സൂര്യൻ എന്താണ്? കിഴക്ക് ഭാഗത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും മഴവില്ല് കാണുന്നതും സൂര്യൻ ഉണ്ടാകുന്നതും. ആകാശത്ത് മഴവില്ല് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ചിത്രം നിരീക്ഷിക്കൂ. ജലകണികകളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് എവിടെയൊക്കെ വച്ചാണ് അപവർത്തനം സംഭവിക്കുന്നത്? കണ്ടോ, എവിടെയൊക്കെ വച്ചാണ്? ഈ ജലകണികയിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോഴും ജലകണികയിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് പോകുമ്പോഴുമാണ് അതിന് അപവർത്തനം സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. കണ്ടോ, ജലകണിക ഇതിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ, പിന്നെ പ്രകാശം അതിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിക്കുമ്പോൾ, അപ്പോഴൊക്കെയാണ് അതിന് അപവർത്തനം സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. അപവർത്തനം സംഭവിക്കുന്ന പ്രകാശരശ്മിക്ക് ജലകണികയ്ക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടോ, ജലകണികയ്ക്കുള്ളിൽ എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ് സംഭവിക്കുന്നത്. കണ്ടോ, ഇവിടെ വെച്ച് ഇവിടെ ഈ ഒരു വിഭജന തലത്തിൽ വെച്ച് കണ്ടോ, ഇവിടെ ജലമാണ്, ഇവിടെ വായുവാണ്. അപ്പൊ ഇതിനകത്തേക്ക് ഈ ജലകണികയ്ക്കുള്ളിലോട്ട് കയറി ഇവിടെ വെച്ച് എന്താണ്? അതിന് പൂർണ്ണാന്തര പ്രതിപതനമാണ് സംഭവിക്കുന്നത്. ഇതിനകത്തേക്ക് തിരിച്ചു പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശം പതിക്കുമ്പോൾ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ഇവിടെ വെച്ച് വീണ്ടും അപവർത്തനം സംഭവിക്കുന്നു. അങ്ങനെ ഈ വ്യത്യസ്ത ജലകണികകളിൽ നിന്നുള്ള പ്രകാശം കണ്ടോ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് അല്ലേ? ഇവിടെ കണ്ടോ, ഇത് പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്, ഈ വയലറ്റും ഈ റെഡും. പക്ഷെ വ്യത്യസ്ത ജലകണികകളിൽ നിന്നുള്ള ഈ പ്രകാശം കണ്ടോ, ഈ റെഡും ഈ വയലറ്റും ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നിരീക്ഷകർക്ക് ഇങ്ങനെ ഇതിനിടയിലായിട്ട് എന്താ ചെയ്യും? മഴവില്ല് കാണാൻ കഴിയുന്നു. ഉണ്ടോ, റെഡ് മുകളിലും വയലറ്റ് അടിയിലുമായിട്ട് നിരീക്ഷകർക്ക് കാണാൻ കഴിയുന്നു. ജലകണികയിലേക്ക് കടന്നുപോയി പുറത്തേക്ക് വരുന്ന സൂര്യപ്രകാശ രശ്മി 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തര പ്രതിപതനത്തിനും വിധേയമാകുന്നു. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇത്തരം അപവർത്തനത്തിന്റെയും പ്രകീർണനത്തിന്റെയും ആന്തര പ്രതിപതനത്തിന്റെയും സമന്വിത ഫലമായാണ് മഴവില്ലുണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മഴവില്ലുണ്ടാകുന്നത് പറഞ്ഞു. പ്രകീർണനം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ഒരു പ്രതിഭാസത്തിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. അടുത്ത ടോപ്പിക് നോക്കാം. വർണ്ണങ്ങളുടെ പുനഃസംയോജനം. പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിടുന്ന പരീക്ഷണത്തിൽ ഘടകവർണ്ണങ്ങളുടെ പാതയിൽ മറ്റൊരു സമാന പ്രിസം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ക്രമീകരിച്ചു നോക്കൂ. ഇങ്ങനെ ക്രമീകരിച്ചു നോക്കൂ. ചുമരിൽ ലഭിക്കുന്നത് ഏതുതരം പ്രകാശമാണ്? ധവളപ്രകാശമാണ്. അതായത് കണ്ടോ, ഇവിടെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നുണ്ട്. ഒരു പ്രിസം ഇതുപോലെ തലതിരിച്ച് വെക്കുകയാണെങ്കിൽ ഇത് വീണ്ടും എന്താണ് കൂടിച്ചേർന്ന് ധവളപ്രകാശമായിട്ട് പുറത്തേക്ക് പോകുന്നു. എന്തായിരിക്കാം ഇതിന് കാരണം? ഒന്നാമത്തെ പ്രിസത്തിൽ നിന്നും വരുന്ന പ്രകാശവർണ്ണങ്ങൾക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് വിപരീത ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ടാണ് വർണ്ണങ്ങൾ സംയോജിച്ച് ചുമരിൽ ധവളപ്രകാശം ലഭിക്കുന്നത്. ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇവിടെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നുണ്ട്, ഇവിടെയോ ഇത് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രിസം ഇങ്ങനെ തിരിച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടിച്ചേരുമ്പോൾ നമുക്ക് ഇവിടെ പുറത്തേക്ക് എന്താണ്? ഇത് സംയോജിച്ച് ധവളപ്രകാശം തന്നെ വീണ്ടും ലഭിക്കുന്നു. ഓക്കെ, ഈ ഒരു വ്യതിയാനമൊക്കെ
ഈ ഒരു അപവർത്തനത്തിന്റെ നിയമം, അതായത് ലംബത്തോട് അടുക്കുമോ ലംബത്തിൽ നിന്ന് അകലുമോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. കണ്ടോ ഈ ഒരു ഭാഗം നോക്കിയാൽ ഇതാ ഇവിടെ ഇങ്ങനെ ലംബം വരക്കാം. ഇവിടെ ഇങ്ങനെ വരുന്ന രശ്മി എന്താണ് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ വായുവാണ്, ഇവിടെ ഗ്ലാസ് ആണ്. ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ നമുക്കറിയാം ഗ്ലാസിന്റെ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, അതുകൊണ്ടാണ് ഇവിടെ ലംബത്തോട് അടുക്കുന്നത്. ഓക്കെ, ഇത്തരം നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ദാ ഇങ്ങനെ പതിക്കുന്ന രശ്മി ദാ ഇങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് പതിക്കുന്ന രശ്മി ലംബത്തോട് അടുക്കുമോ ലംബത്തിന് അകലുമോ? ഇവിടെ വായുവാണ് ഇടയിൽ അല്ലെ, ഇവിടെയോ ഇവിടെ ഗ്ലാസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പതിക്കുന്നു. അപ്പൊ നമുക്കറിയാം എന്താണ് കണ്ടോ, നമ്മളിവിടെ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പതിക്കുന്നു, അപ്പോൾ ലംബത്തോട് അടുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയും അതേപോലെ കണ്ടോ, ഇവിടെ ഇടയിൽ വായു ഉണ്ട്, ഈ വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പതിക്കുന്നു. അപ്പൊ ലംബത്തോട് അടുക്കുക തന്നെയല്ലേ വേണ്ടത്. അപ്പൊ ഈ രശ്മി ഇങ്ങനെ പോകുന്നതിന് പകരം ഈ ലംബം ഉണ്ടല്ലോ, ഈ ലംബത്തോട് അടുത്ത് വരുന്നു. ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വായുവിന്റെ ഒരു നേർത്ത പാളി, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് അപ്പോഴാണല്ലോ ഇവിടെ അപവർത്തനം സംഭവിക്കുന്നത്. വിവിധ മാധ്യമങ്ങളായില്ലേ, ഇവിടെ ഗ്ലാസും ഇവിടെ ഇതിനിടയിൽ വായുവും. ഈ ഒരു പ്രതലം എടുത്താൽ ഇവിടെ വായു, ഇവിടെ ഗ്ലാസ്. അതേസമയം ഈ ഒരു വായുവിന്റെ പാളി ഇല്ല എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതായത് പ്രസ് അത്രമേലും ചേർന്നിരിക്കുകയാണ്, അതിനിടയിൽ ഒരു വായുവിന്റെ പാളിയും ഇല്ല എന്ന രീതിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കൂ. അങ്ങനെയാണ് വരച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ ഗ്ലാസ്, ഇവിടെയും ഗ്ലാസ് അല്ലെ, വായു ഇല്ല എന്ന് വിചാരിക്കും ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഗ്ലാസ്, ഇവിടെ ഗ്ലാസ്. അപ്പൊ ഇവിടെ അപവർത്തനം സംഭവിക്കുമോ? ഇല്ല, കാരണം രണ്ടും ഒരേ മാധ്യമം തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് എങ്ങനെ വരക്കേണ്ടി വരും? ഇങ്ങനെ ഇവിടെ ദിശാവ്യതിയാനം സംഭവിക്കാതെ ഈ ലൈറ്റ് ഇങ്ങനെ തന്നെ പോകുന്നതായിട്ട് വരക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾ ചിത്രം വരക്കുമ്പോൾ ഇതിനിടയിൽ ഈ വായുവിന്റെ ഒരു ചെറിയ പാളി വരക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദൃശ്യപ്രകാശത്തെ കൂടാതെ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മറ്റ് ഘടകങ്ങളും സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന ടോപ്പിക്കിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.